മതനിരാസം, മതനിഷേധം, ലിബറൽ കാഴ്ചപ്പാടുകൾ, ഇങ്ങനെ സംഗതികൾ വരുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ പണ്ഡിത സംഘടനകൾക്കും ഒരുമിച്ച് നിന്നൊരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കി ഇതിനെ പ്രതിരോധിച്ചുകൂടെ? അതല്ലേ കൂടുതൽ ഉത്തമം എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അല്ല, ഈ ചോദ്യം ഇവിടെ മാത്രം നിൽക്കൂലല്ലോ. ഈ ചോദ്യം വളരെ നമുക്കെന്താ ഒന്ന് വികസിപ്പിച്ചാൽ, യുക്തിവാദികളോട് മറുപടി പറയുമ്പോൾ മാത്രം എല്ലാ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാർ യോജിക്കാം എങ്കിൽ നമ്മളെ നാട്ടിൽ എന്തിനാ മുസ്ലിം സംഘടനകൾക്ക് വ്യത്യസ്ത പള്ളികൾ, വ്യത്യസ്ത ഈദ്ഗാഹുകൾ, വ്യത്യസ്ത സമ്മേളനങ്ങൾ, വ്യത്യസ്ത പ്രോഗ്രാമുകൾ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാ സംഘടനൻ്റെയും എല്ലാ പണ്ഡിതന്മാരും ആൾക്കാരും ഒരുമിച്ച് നിന്നൊരൊറ്റ സാധനമായിട്ടാണ് പ്രവർത്തിച്ചാൽ പോരെ? അല്ല, ഈ ചോദ്യത്തിൽ ഇതങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ വരുമ്പോൾ മാത്രം എല്ലാ സംഘടനയിൽ നിന്നും പെറുക്കിയെടുത്തുങ്ങാണ്ട് ഒരു ടീമിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, ഞാനതാ പറയണത്, കഴിയുമെങ്കിൽ അതാ ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? ഇവിടെയുള്ള സംഘടനകളൊന്നും വേറെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. വെറുതെ എന്തിനാ ഒരു പള്ളിയുള്ള കുറച്ചപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാക്കേണ്ട കാര്യം? ഈ പള്ളികളൊക്കെ വ്യത്യസ്തമായി വരാൻ കാരണം എന്താ? ഓരോ സംഘടനയും അതിൽ അണിചേർന്നിരിക്കുന്ന പണ്ഡിതന്മാരും അതിൻ്റെ ഐഡിയോളജിയും അതിൻ്റെ കാഴ്ചപ്പാടിലും നിൽക്കുന്നത് കൊണ്ടാണ് അവർ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലാകാൻ കാരണം. എന്നിട്ട് ഈ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഇവർക്ക് മറുപടി പറയാമെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തകർച്ച. കാരണം അവരിപ്പോൾ ഒരു ഹദീസ് ഉന്നയിച്ചു, അവർ പലപ്പോഴും ഈ ഹദീസുകളെ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്? മതവിമർശനം നടത്താറുള്ളത്. അപ്പോൾ ഒരു ഹദീസിൽ ഇത് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു സലഫി അഖീദുള്ള ഒരാളാണ്, ഇതിന് മറുപടി. തൊട്ടപ്പുറത്ത് ഒരു ഇഖ്വാനി അഖീദുള്ള ഒരാളാണ്, കുറച്ചപ്പുറത്ത് വേറെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സൂഫി അഖീദുള്ള ഒരാളാണ്. ഇങ്ങനത്തെയൊക്കെയുള്ള അതിന് ബേസിലുള്ള ആൾക്കാർ ഈ 3 ആൾക്കും 3 മറുപടി ആയിരിക്കും ഈ ഹദീസിനോട് പറയേണ്ടത്. ഞാൻ പറയുന്നത് ആ ഹദീസ് സ്വഹീഹാണ്, അത് ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ളത്, അഹ്ലുസുന്നയുടെ വിഷയത്തിലുള്ള കാഴ്ചപ്പാടിനാണ്. തൊട്ടടുത്തിരിക്കുന്ന ആളെന്താ പറയുക വെച്ചാൽ, ആ ഹദീസൊന്നും എൻ്റെ ബുദ്ധിക്ക് യോജിക്കൂല, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ 2 3 മറുപടി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നാൽ ആർക്കാ ഗുണം ചെയ്യാം? ചോദിച്ചോനല്ലേ ഗുണം ചെയ്യാം. അപ്പോൾ ഇവർക്കൊരു മറുപടി, കൃത്യമായ മറുപടി ഇല്ല എന്നല്ലേ വരിക? അതെ. അപ്പോൾ അങ്ങനെ വരും. അതല്ലെങ്കിൽ ഈ 3 ആളും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തിക്കാണ്ടൊരു മറുപടി പറയും. അപ്പോൾ ഇസ്ലാമിൻ്റെ മറുപടി ആവൂല അതും അവർക്ക് എന്താവും? ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് വരിക. അവസാനം അവരുടെ കാര്യമാണ് ശരിയെന്ന് ശ്രോതാക്കൾ വിശ്വസിക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക? കാര്യങ്ങൾ പോവുക. അത് മഹാപൊട്ടത്തരാണ്. അത് നമ്മളൊരിക്കലും വ്യക്തികളെ കണ്ടുകൊണ്ട്, ഇപ്പോൾ ഒരു നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാൾ, നന്നായിട്ട് എഴുതി സമർത്ഥിക്കാൻ കഴിയുന്ന ഒരാൾ എന്നതിലപ്പുറം അയാൾക്ക് ഇസ്ലാമിനോടും പ്രമാണങ്ങളോടുമുള്ള കാഴ്ചപ്പാട് എന്താണ്? ആ കാഴ്ചപ്പാട് അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാട് ആണെങ്കിൽ മാത്രമേ അഹ്ലുസുന്നയുടെ മറുപടി ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടി ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കൂട്ടുമുന്നണിയെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ അവരുടെ മൻഹജ് ഒന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. പ്രമാണങ്ങൾ മൻഹജ് വെച്ച് നോക്കിക്കാണുമ്പോൾ മാത്രമാണ് ഏതൊരു വിമർശനങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വ്യത്യസ്തമായ സംഘങ്ങളും സംവിധാനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്നും നമ്മൾ തിരിച്ചറിയണം.